എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോർമലി നമ്മൾ CBE എല്ലാ മാസങ്ങളിലും 2 CBE വീതം നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഈ യോഗ ഡേയുടെ CBEയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ലിങ്കിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ നമ്മുടെ യോഗ ഡേയുമായി ബന്ധപ്പെട്ട് യോഗ ഡേ അന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ, അതിൻ്റെ നോട്ട് എന്താണ് എന്നുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളത് കാണിരിക്കണം. ഇല്ലെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെയായിട്ട് ഞാൻ യോഗ ഡേയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആ വീഡിയോ പ്രകാരം നിങ്ങൾ യോഗ ഡേ നിങ്ങളുടെ അംഗനവാടികളിൽ നടത്തും. അപ്പം അംഗനവാടികളിൽ നിങ്ങൾ യോഗ ഡേ നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ ഒരു ലിങ്കിൽ അപ്ലോഡ് ചെയ്യണം. നടത്തിയ പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് പറയണത്. അതിൽ നമ്മുടെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ അംഗനവാടി ടീച്ചർമാരും, അതായത് ഇപ്പോൾ ഒരു അംഗനവാടി ഒരു പ്രവൃത്തി വീതം, അല്ലെങ്കിൽ ഒരു അംഗനവാടി ഒരു തവണയെങ്കിലും ചെയ്തിരിക്കണം, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായ? ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ 150 അംഗനവാടി ഉണ്ടെങ്കിൽ ആ 150 അംഗനവാടി സെൻറ്ററുകളും ഈ ലിങ്കിൽ കയറിയിട്ട് വിവരങ്ങൾ എൻ്റർ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഈ യോഗ ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ അറിയാനാണ് ഈ ലിങ്ക് ഫില്ല് ചെയ്യാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് അതാത് പ്രൊജക്റ്റുകൾ വഴി, അതാത് ഓഫീസുകൾ വഴി നിങ്ങൾക്ക് അതാത് ടീച്ചർമാർക്ക് നിങ്ങൾക്ക് അയച്ചു തരും, ഗ്രൂപ്പുകളിലൂടെ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. അപ്പോൾ അതിൽ കുറച്ച് 3-4 സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ഉറപ്പുവരുത്തണം? നിങ്ങളുടെ ഒരു OTP വരുന്ന ഒരു മൊബൈൽ നമ്പർ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ OTP വരാവുന്ന ഒരു മൊബൈൽ നമ്പർ, കാരണം OTP വരാത്തൊരു മൊബൈൽ നമ്പർ ആണെങ്കിൽ ഈ ചെയ്യുന്ന ലിങ്കിൽ കയറി നിങ്ങൾ ചെയ്യുമ്പോൾ OTP ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് OTP വരാത്ത മൊബൈൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ടീച്ചർമാരുടെ തന്നെ OTP വരുന്ന ഒരു മൊബൈൽ നമ്പർ, ലൈവായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, പിന്നെ നിങ്ങളുടെ ഒരു മെയിൽ ID. എല്ലാവരും സ്വന്തമായിട്ട് നിങ്ങളൊരു മെയിൽ ID ഉണ്ടാക്കിയിട്ടുണ്ടാവും. എല്ലാ ടീച്ചേഴ്സിനും സ്വന്തമായിട്ടൊരു നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മക്കളുടെ പേരിലോ നിങ്ങൾക്ക് ഒരു മെയിൽ ID എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മെയിൽ ID ഇതിലേക്ക് വേണം. നിങ്ങളുടെ അംഗനവാടിയുടെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വേണം? ഇവിടെ എൻ്റർ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ CBE നടത്തുന്നതിൻ്റെ യോഗ ദിനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുക. അതിന് ശേഷം, മനസ്സിലായ, പരിപാടിയൊക്കെ നടത്തിയതിന് ശേഷം എൻ്റർ ചെയ്യേണ്ട ഒരു ഫോമാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിങ്കിലേക്ക് കിടക്കാം. ഈ ലിങ്കിൽ പോയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്കിൽ കയറിയിട്ട് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരും. കൃത്യമായിട്ട് നോക്കുക. അപ്പം ഞാൻ ആ ലിങ്കിലേക്ക് പോവാണ്. അപ്പോൾ ഇതുപോലൊരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായ? നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് ഗ്രൂപ്പുകൾ വഴി അയച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലിങ്കും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അതിനുള്ളിലേക്ക് കയറും. അപ്പോൾ നിങ്ങളുടെ ഫോണുകളിലൊക്കെ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ടുള്ള നെറ്റ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം കേട്ടോ. നെറ്റ്വർക്ക് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ ഈ ലിങ്ക് വഴി ചിലപ്പോൾ കയറാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നെറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ഗൂഗിൾ ക്രോം, അതുപോലെ നെറ്റ് യൂസ് ചെയ്യാനുള്ള ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സ് എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഉറപ്പ് വരുത്തുക. ഒരുവിധം എല്ലാ ഫോണിലും ഗൂഗിൾ ക്രോം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാം. കണ്ട, യോഗ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർ ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ട, അതിൽ നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? ആ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ താഴെ കൺഫേം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടില്ലേ? അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. മുകളിൽ കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക, എന്താണ് അവർ പറയണേ എന്നുള്ളത് ഫുള്ളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവിടെ കണ്ട ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് അവർ പറയണമെന്നുള്ളത് കാണാൻ പറ്റും. കണ്ട, ഓരോന്നും ക്ലിക്ക് ചെയ്താൽ കാണാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിക്കാൻ നിൽക്കണില്ല. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ടിക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇത് ടിക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ദെൻ പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ കൊടുക്കാം. കണ്ടില്ലേ? അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് കാണാം. കണ്ട, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ അംഗനവാടി ലെവലിലാണ് നമ്മളിതിൽ എൻ്റർ ചെയ്യണത്. അപ്പോൾ കാറ്റഗറി ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? കാറ്റഗറി ഓഫ് ഓർഗനൈസേഷനകത്ത്
അപ്പോൾ നമുക്കിതിൽ 3-4 കാണാൻ കണ്ട. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, NGO ഉണ്ട്, ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഉണ്ട്, അതേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചറിയാം ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഈ യോഗ എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ യോഗ ഡേയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പ്രവർത്തനം നടക്കുന്നുണ്ടാവും. സ്കൂളുകളിൽ യോഗയുടെ ക്ലാസ് വയ്ക്കുന്നുണ്ടാവും, യോഗയുടെ സെഷൻ വയ്ക്കുന്നുണ്ടാവും. പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ നമ്മളവിടെ എന്ത് കൊടുക്കും? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുക്കും. മനസ്സിലായ? ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകൾ, അതിൽ തന്നെ പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയും യോഗയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും. NGOs ഉണ്ടാവും, ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണല്ലോ അംഗനവാടികളൊക്കെ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നെയിം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അംഗനവാടിയുടെ പേരടിക്കുക. അംഗനവാടി, നിങ്ങളുടെ അംഗനവാടിയുടെ പേര് എന്താണോ അംഗനവാടി എന്നുണ്ടെങ്കിൽ അംഗനവാടിയുടെ പേര് നിങ്ങളവിടെ അടിക്കുക. മനസ്സിലായ? അതിനുശേഷം നിങ്ങൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏതാണോ ഡിസ്ട്രിക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അംഗനവാടി ഇരിക്കുന്ന പ്ലേസ് എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ അംഗനവാടി ഇരിക്കുന്ന പ്ലേസിലെ പിൻകോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അംഗനവാടി അഡ്രസ്സ് കൊടുക്കണം. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ നിങ്ങളുടെ അംഗനവാടി അഡ്രസ്സ് അടിക്കുക. അഡ്രസ്സ് അടിച്ചതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് അവിടെ മൊബൈൽ നമ്പർ അടിക്കാനായിട്ട് പറയും. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ ലൈവായിട്ടുള്ള അംഗനവാടി വർക്കർമാരുടെ മൊബൈൽ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ മതി. നമുക്കൊരു OTP വരും. ആ OTP അവിടെ അടിക്കേണ്ടത് കൊണ്ടാണ് നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് OTP വരുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് പറയണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ അടിക്കുക. മനസ്സിലായ? നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID അവിടെ കാണിക്കണം. മൊബൈൽ നമ്പറിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മെയിൽ IDയും അവിടെ അടിക്കണം. മൊബൈൽ നമ്പർ കാണിക്കുക. അതിന് ശേഷം അതിന് താഴെ നിങ്ങളുടെ മെയിൽ ID അടിക്കുക. എല്ലാവർക്കും മെയിൽ ID ഉണ്ടായിരിക്കുമല്ലോ. എല്ലാ അംഗനവാടി വർക്കർമാരും അവരുടെ മെയിൽ ID. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളെ മക്കളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ്, ഇപ്പോൾ ടീച്ചർമാർക്ക് നിങ്ങളുടെ മക്കളാണ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു മെയിൽ ID അവരോട് ഉണ്ടാക്കി തരാനായിട്ട് പറയാം. എന്നിട്ട് നിങ്ങളെ മെയിൽ ID അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം? വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട. എ വെരിഫിക്കേഷൻ OTP വിൽ ബി സെൻഡ് ടു യുവർ കോൺടാക്ട് നമ്പർ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എന്ത് പോവും? ഒരു OTP പോവും. അതുകൊണ്ടാണ് ലൈവായിട്ടുള്ള ഇത് വയ്ക്കാൻ പറഞ്ഞത്. വെരിഫൈ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇമെയിൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി. കണ്ടില്ലേ? അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് പോവുക. എന്നിട്ടൊരു OTP. അപ്പോൾ നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്ക് എന്ത് പോവും? ഒരു OTP പോവും. അപ്പോൾ സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ OTP നമ്മുടെ മൊബൈലിലേക്ക് വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. കണ്ട, ഇത്ര സെക്കൻഡ് നമുക്ക് OTP വന്നു. കണ്ടില്ലേ? ആ OTP നമ്മൾ എന്ത് ചെയ്യുക? അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി. യു ക്യാൻ പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് പോവുക. ഇവിടെ വെന്യൂ ഡീറ്റെയിൽസ് നമുക്കറിയാം. നമ്മുടെ അംഗനവാടിയാണ് നമ്മുടെ വെന്യൂ. നമ്മളവിടെയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെന്യൂ ഡീറ്റെയിൽസിൽ അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു നമ്മൾ വെന്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രവർത്തനം യോഗ ഡേയുടെ CB നടത്തുന്ന ഇവിടെ അംഗനവാടിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അംഗനവാടി ഡീറ്റെയിൽസ് അവിടെ അടിക്കുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നേരത്തെ അടിച്ച പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അംഗനവാടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നിങ്ങളവിടെ അഡ്രസ്സ് അടിക്കുക. മനസ്സിലായി? പിൻകോഡ് അടിച്ചതിന് ശേഷം നിങ്ങളവിടെ അഡ്രസ്സ് അടിക്കുക. കംപ്ലീറ്റ് അംഗനവാടി അഡ്രസ്സ് അടിക്കുക. അതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ അവർ പറയുന്നുണ്ട്, വെന്യൂവിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കത് ലൊക്കേഷൻ ഇടണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നണേ നെക്സ്റ്റ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോകാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ട. നിങ്ങൾക്ക് ഒരു ചോദ്യം കണ്ട, ഡു യു ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഓർഗനൈസിങ് IDY ഇവൻറ്റ്സ് മിനിസ്ട്രി ഓഫ് ആയുഷ്. ഇതിൻ്റെ കീഴിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായ? അതുപോലെ അത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക.
അതുപോലെ ഹാവ് യു എൻലിസ്റ്റഡ് ഓർ ഐഡൻറ്റിഫൈഡ് എ സർട്ടിഫൈഡ് ഓർ ക്വാളിഫൈഡ് യോഗ ടീച്ചർ ടു ഓവർസീ ഓർ പ്രൊവൈഡ് കോമൺ യോഗ പ്രോട്ടോകോൾ ട്രെയിനിങ്. മനസ്സിലായി? യോഗ ടീച്ചറെ വെച്ചിട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് ആണെങ്കിൽ കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളവിടെ എന്താണോ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കണം, നോ ആണെങ്കിൽ നോ കൊടുക്കണം. അതിന് ശേഷം ഇവിടെ കുറച്ച് അണ്ടർടേക്കിങ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ അണ്ടർടേക്കിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ 3 ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ടിക്ക് ചെയ്യണം. മനസ്സിലായ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേതാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ടിക്ക് കൊടുക്കാം. മനസ്സിലായ? ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് അത് വായിക്കുക. വായിച്ചതിന് ശേഷം ആ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം. ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ആ 3 ബോക്സും ടിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 3 അണ്ടർടേക്കിങ്സും വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടിക്ക് മാർക്ക് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡു യു ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസ്? അത് യെസ് ആണോ നോ ആണെന്നുണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കണം. മനസ്സിലായ? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഇയർ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കണ്ട? അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ നോ കൊടുക്കുക. ഇതുപോലെ ഇവിടെയും യോഗ ടീച്ചർ വെച്ചിട്ടുള്ള ട്രെയിനിങ് ഉണ്ടോ എന്ന് ചോദിക്കണേ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതെ, പ്രപ്പോസൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. കണ്ട? നമുക്കൊരു റെഫറൻസ് നമ്പർ അവിടെ വരുന്നുണ്ട്. നമ്മുടെ പ്രപ്പോസൽ അവിടെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുകയും ചെയ്തു. നമുക്ക് അവിടെ ഒരു റെഫറൻസ് നമ്പറും കിട്ടി. അതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ടു ഓർഗനൈസ് എ യോഗ സംഘം ഇവൻറ്റ്. വി വിൽ സെൻഡ് യു എ വെൽക്കം ഇമെയിൽ ഷോർട്ട്ലി ടു കൺഫേം യുവർ അസോസിയേഷൻ. We kindly request that you share the following message to your social media channels. കണ്ട? അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ലിങ്കിൽ കയറി ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രൊപ്പോസൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വയ്ക്കുക. മനസ്സിലായ? ഈ പ്രൊപ്പോസൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി അതുപോലെ റെഫറൻസ് നമ്പർ അടക്കം കാണാം. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ശേഷം ഇത് ക്ലോസ് കൊടുക്കാം. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സ് കൃത്യമായിട്ട് ഈ പറഞ്ഞു തന്ന ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു നിങ്ങൾ CBE അവിടെ വെച്ച് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യേണ്ട കാര്യമാണിത് കേട്ടോ. ഓക്കെ, താങ്ക് യു.